ഉപരോധം വില്ലേജ് ഓഫീസ് ഉപരോധം വന്നേ തീരൂ വന്നേ തീരൂ വന്നേ തീരൂ വന്നേ തീരൂ വില്ലേജ് ഓഫീസർ വന്നേ തീരൂ വില്ലേജ് ഓഫീസർ വന്നേ തീരൂ വന്നേ തീരൂ ഈ സമരം വന്നേ തീരൂ ഈ സമരം വന്നേ തീരൂ ഈ സമരം വന്നേ തീരൂ ഈ സമരം. പൂതക്കുളം വില്ലേജ് ഓഫീസിൽ വളരെ നാളായി ഒഴിഞ്ഞുകിടക്കുന്ന വില്ലേജ് ഓഫീസറുടെ ഒഴിവ് നികത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പൂതക്കുളം പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് ധർണ ഇന്ന് നടക്കുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ പൊതുജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു കാര്യാലയമാണ് വില്ലേജ് ഓഫീസ്. ഇവിടെ വില്ലേജ് ഓഫീസറുടെ ഒഴിവ് എത്രയും പെട്ടെന്ന് നികത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP വില്ലേജ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഈ ശ്രമം പരവൂർ പോലീസ് തടയുകയുണ്ടായി. ഒടുവിൽ വില്ലേജ് അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാനപരമായ സമരം അവസാനിപ്പിച്ച് പ്രവർത്തകർ പിരിഞ്ഞുപോയി. വില്ലേജ് ഓഫീസർ നിയമിക്കൂ. ഉപരോധ സമരം സിന്ദാബാദ്. ഉപരോധ സമരം സിന്ദാബാദ്. ജയ് ജയ് BJP. മാർച്ചിന്റെ അവർ ബുധനാഴ്ച ഇവിടെ ചാർജ് എടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബുധനാഴ്ച ചാർജ് എടുക്കുന്നത് വരെ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഈ ബുധനാഴ്ച ചാർജ് എടുത്തില്ലാത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ സമരത്തിൻ്റെ രീതി മാറ്റുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അത് പോലീസിനെയും നമ്മൾ പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ വളരെ സമാധാനപൂർവ്വം ഒരു ധർണാ സമരം ഇവിടെ നടത്തി. ആ ധർണാ സമരം ഇവർക്കുള്ള ഒരു സൂചനയായി. ഈ ചാത്തന്നൂരിൻ്റെ MLA യും അതുപോലെ തന്നെ ഈ വില്ലേജ് ഓഫീസിൻ്റെ അധികാരിയായിട്ടുള്ള റവന്യൂ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ സംസ്ഥാനം ഭരിക്കുന്ന അധികാരികൾ ആ സൂചനാ സമരം കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇല്ലാതായിട്ടുള്ള വില്ലേജ് ഓഫീസറെ നിയമിക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ഈ സമരത്തെ ചില ഈക്കിലി പാർട്ടികൾ നടത്തുന്ന സമരം പോലെ കണ്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്നുള്ള ആവശ്യം, ആ ആവശ്യം ഉന്നയിച്ചത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഈ ഭൂതക്കുളത്തെ പ്രതിനിധികളാണ്. അങ്ങനെ ന്യായമായ കാര്യങ്ങൾക്ക് മാത്രമേ BJP സമരം ചെയ്യാറുള്ളൂ. അങ്ങനെ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിൽ ഉന്നയിക്കുന്ന ആ വിഷയങ്ങൾ നേടിക്കൊണ്ട് മാത്രമേ BJP കരക്ക് കയറിയിട്ടുള്ളൂ. ഈ സമരം അങ്ങനെ തന്നെ സംഭവിക്കൂ. അപ്പോൾ ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ വില്ലേജ് ഓഫീസിൽ ചാർജുള്ള വില്ലേജ് ഓഫീസർ തഹസീൽദാരുമായി ബന്ധപ്പെട്ടു എന്ന് പറയുകയും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടത്തേക്ക് നിയമിച്ചിട്ടുള്ള വില്ലേജ് ഓഫീസർ ചാർജ് എടുക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ പേരിൽ ഈ 2ാം ഘട്ടം BJPയുടെ
സമരം ഇവിടെ ഞങ്ങൾ വളരെ സമാധാനപൂർവ്വം അവസാനിപ്പിക്കുകയാണ്. ഈ 2 ദിവസം കഴിഞ്ഞും ഇവർ നൽകിയിട്ടുള്ള ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ പോലീസ് അധികാരികളെ കൊണ്ട് അവരെ കൊണ്ട് കഴിയില്ല ഞങ്ങളുടെ സമരം നേരിടാൻ എന്നുള്ള ഒരു കാര്യവും കൂടെ ഉന്നയിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ സമര പരിപാടി ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബോലോ ഭാരത് മാതാ കി, ബോലോ ബിജെപി കി. വിജയിച്ചേ 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 ബിജെപി സമരം വിജയിച്ചേ ബിജെപി സമരം വിജയിച്ചേ ബിജെപി സമരം വിജയിച്ചേ ബിജെപി സമരം വിജയിച്ചേ. സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്